ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 19-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം 21-ാമത്തെ ഭാഗമായിട്ട് പറയണം. ഓം സവിഷ്ണുരാദോദിഥയ ആഗതായ തസ്മൈ സപര്യാം ശിരസാജഹാര തതോ നിവൃത്ത ഹ്യബുധാ സ്ത്രിയോർഭഗാ മഹാസനേ സോപവിവേശ പൂജിതാം. സഹ വിഷ്ണുരാധഃ, ആ പരീക്ഷിത് രാജാവ് ആഗതായ, പരീക്ഷിത് രാജാവ് അപ്പോൾ അവിടെ വന്നു ചേർന്നതായിട്ടുള്ള തസ്മൈ അതിഥയെ, ആ അതിഥിയെ കണ്ടിട്ട്, ആ അതിഥിയെ കണ്ടിട്ട് തസ്മൈ സപര്യാം, എല്ലാ പൂജകളും സേവനമായിട്ട് എല്ലാ പൂജകളും ചെയ്തു. ശിരസ ആജഹാര, ശിരസ് കൊണ്ട് തന്നെ ചെയ്തു എന്ന് വെച്ചാൽ അവിടെ നമസ്കരിച്ചു എന്ന് സാരം. എല്ലാ അർത്ഥത്തിലും ആ വന്ന അതിഥി മഹാകേമനാണ് എന്ന് മനസ്സിലായി. ശ്രീ ശുഖബ്രഹ്മർഷിയുടെ വരവാണ്. വരവ് സ്ത്രീകളും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ആർത്ത് വിളിച്ച് കുറച്ച് കളിയാക്കിക്കൊണ്ട് കൂക്കി വിളിച്ച് കൂളന്മാർ വരികയാണ്. തരുണികൾ ഈ കാമരൂപനെ കിട്ടാൻ വേണ്ടിയിട്ട്, കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, കിട്ടുവെച്ചിട്ടല്ല, കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ വരികയാണ്. അപ്പോൾ നല്ലോണം ബഹുമാനിക്കേണ്ട ആളാണെന്ന് മനസ്സിലായി, ആളെ മനസ്സിലായി. അതുകൊണ്ട് വേഗം എഴുന്നേറ്റു, പൂജ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മനസ്സുകൊണ്ട് മാത്രമല്ല, മറ്റെന്തൊക്കെ ശരീരം കൊണ്ട് ചെയ്യേണ്ട വെച്ചാൽ അതൊക്കെ ചെയ്തു. ഒപ്പം ഈ സാഷ്ടാംഗ നമസ്കാരവും ചെയ്തു. അതാണ് ശിരസ ആജഹാര. തതഹ, അതിനുശേഷം അബുധാഹ, ഈ അറിവില്ലാത്തതായിട്ടുള്ള അർഭകാഹ, കുട്ടികൾ, കുട്ടികൾക്ക് അറിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ, അവർക്ക് അറിവ് കുറേ ഉണ്ട്. ഇവിടെ വിഷയമതല്ല, ഈ ബ്രഹ്മർഷിയെക്കുറിച്ച്, ശ്രീ ശുഖ ബ്രഹ്മർഷിയെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ടാണ് അർഭകാഹ സ്ത്രീയഹ, ആ സ്ത്രീകളും, ഈ തരുണികളായിട്ടുള്ള സ്ത്രീകളും അവർ കാമത്തോട് കൂടിയിട്ടാണ് വരണത്. നിവൃത്താഹ, അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നെ കാണാനില്ലണ്ടേ, ഓടിപ്പോയെന്നല്ല, കാണാനില്ലണ്ടേ. സഹ, അദ്ദേഹമാവട്ടെ പൂജിതഹ, നന്നായിട്ട് പൂജിക്കപ്പെട്ടു. ഈ ശ്രീ ശുഖ ബ്രഹ്മർഷി മഹാസനെ, പ്രത്യേകമായിട്ടുള്ള ഒരു പീഠത്തിൽ, ഉയർന്ന ഒരു പീഠത്തിൽ, അവിടെ ദർഭപ്പുല്ലോ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. വേറൊന്നും അവിടെ ഇല്ല. രാജകീയം എന്ന് വിചാരിച്ച് പട്ട് കോസരയോ അങ്ങനെയുള്ള ഏർപ്പാടൊന്നുമില്ല. പുല്ല്, ദർഭപ്പുല്ല്, കുശപ്പുല്ല് ഇങ്ങനെയുള്ള ആണ് നല്ലത് തടുക്കുണ്ടാക്കി ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. അത് ഇത്തിരി ഉയർന്ന ഒരു പാറക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷെ അത് മഹാപീഠമാണ് സങ്കല്പം, അതാണ്. പിന്നെയോ ഉപവിവേശ, അതിലേക്ക് ഇരുന്നു, അതിലേക്ക് പ്രവേശിച്ചു എന്ന് സാരം. നമ്മളൊക്കെ ഇരിപ്പ് ഉറപ്പിക്കാത്തവരാ. ഇരിപ്പ് നമുക്ക് ഉറക്കില്ല. ഒരു 3 മണിക്കൂർ ചമ്പ്രം പടിഞ്ഞിരിക്കണ വെച്ചാൽ ഇപ്പം എത്ര ആൾക്കാർക്ക് പറ്റും? ഇപ്പം ഈ ശ്രോതാക്കളിൽ ഇപ്പം കേൾക്കുന്നവർക്ക് എനിക്കും പറ്റാണ്ടേ ആയിരിക്കുന്നു. എന്നാലും ഞാൻ കഷ്ടിച്ച് ഒപ്പിക്കുന്നുണ്ട്. പറ്റണില്ല, ഇപ്പോൾ പറ്റണില്ല. അപ്പോൾ ഒരു ആഴ്ച മുഴുവൻ അവിടെ ഇരിക്കുകയാണ്, രാവും പകലും ഇല്ലാണ്ട്. സന്ധ്യാവന്തരങ്ങൾക്ക് നീക്കുണ്ടാവുമായിരിക്കാം, അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള മഹാസനെ ഉപവിവേശ, പ്രവേശിച്ചു, ആ ഇരിപ്പിടത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അതാണ്. നമുക്ക് ഭാഗവതത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് വേണ്ട ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇരിക്കാൻ. ശാരീരികമായിട്ട് ഇരിക്കാൻ വയ്യ, അതുകൊട്ടെ കസേരയിലോ അങ്ങനെ വെച്ചാൽ അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ല. അപ്പോഴേക്കും ഒന്ന് അങ്ങടോ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ വിഷ്ണുരാധ അതിഥയ ആഗതായ, ഈ വിഷ്ണുരാധൻ എന്ന ആ പരീക്ഷിത് മഹാരാജാവ്, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനായിട്ടുള്ള ഈ പരീക്ഷിത് മഹാരാജാവ് അതിഥയ ആഗതായ, അതിഥിയായിട്ട് വന്ന ആ ആഗതനെ, അപ്പോൾ വന്നതായിട്ടുള്ള ഈ അതിഥിയെ, അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ടാണ് പറഞ്ഞത്, തിഥി നോക്കാതെ കണ്ട് വന്നയാളാണ് അതിഥി. അപ്പോൾ ഇവിടെ അതിഥി ശ്രീശുഖ ബ്രഹ്മർഷി ആയതുകൊണ്ടും ഇവിടെ ആതിഥേയൻ പരീക്ഷിത് മഹാരാജാവായതുകൊണ്ടും ഈ തിഥി നോക്കി ഇതൊന്നും വിഷയമല്ല. രണ്ടുപേരും മഹാഭക്തന്മാരാ. അപ്പോൾ അതുകൊണ്ട് ആ രംഗം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഈ ജീവനുമായിട്ടൊരു ബന്ധമുണ്ടാവും. എന്ന കൂട്ടത്തിലൊരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അടുപ്പമുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഇതുവരെ കണ്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ആദ്യമായിട്ട് കാണുക. അപ്പോഴാണ് നല്ല പരിചയമുള്ള കൂട്ടത്തിൽ സ്വീകരിക്കണത് എന്ന് സാരം. അപ്പോൾ ആഗതൻ മഹാകേമനാണ്, അതിഥിയായിട്ട് വന്നയാൾ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ ഒരു
ധാരണയോട് കൂടിയിട്ട് വേണം സാധാരണഗതിയിൽ ഈശ്വരഭാവേന ഏതൊരാളും ഈ അതിഥികൾ ആരായാലും വേണ്ടില്ല സ്വീകരിക്കാൻ എന്നതാണ് നിയമം. നമുക്കൊന്നും കൂട്ടിയേ പറ്റില്ല, കലികാലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഈ അതിഥിയായിട്ട് വന്ന അപ്പോൾ ആഗതനായിട്ടുള്ള വന്നു ചേർന്നതായിട്ടുള്ള തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് എന്തൊക്കെ ചെയ്തു? സപരിവാര പൂജയെ ചെയ്തു. അതാണ് സപര്യ. ഒന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ടി വരരുത്. ശരിക്കും സപരിവാര പൂജ സ്വതേ അതാണ്. എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ നമ്മളതിന് ന്യാസമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് താന്ത്രിക വിധി പ്രകാരം വളരെ അധികമുണ്ട്. ഓരോ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അതാത് സ്ഥാനത്ത് അതാത് ദേവകൾ അങ്ങനെയൊക്കെ പലതുമുണ്ട്. അവർക്കൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വേണം. അതൊക്കെ വളരെ സപരിവാര പൂജ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ചടങ്ങാണ്. അപ്പോൾ ഇവിടെ ആ സപരിവാര പൂജ മുഴുവൻ നന്നായിട്ട് വളരെ എളുപ്പത്തിൽ ഈ ശ്രീശുഖ ബ്രഹ്മർഷിയെ പൂജിക്കാൻ പരീക്ഷത്തിന് സാധിച്ചു. പരീക്ഷത്ത് ബ്രാഹ്മണനല്ല. ഈ ശ്രീശുഖ ബ്രഹ്മർഷിയാണെന്ന് വെച്ചാലോ വ്യാസൻ്റെ പുത്രനാണ്. അപ്പം അതുകൊണ്ട് അഗ്നിജൻ ആണ്, അമ്മയില്ല, അച്ഛനേ ഉള്ളൂ. അപ്പം ഈ ഇദ്ദേഹത്തിന് പൂണുന്നോലോ ഇടലോ ഉപനയനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ മഹാബ്രാഹ്മണരെക്കാട്ടിലും മീതയാണ്, രാജർഷി ബ്രഹ്മർഷി ദേവർഷിയെക്കാട്ടിലും മീതയാണ്, മഹായോഗികളെക്കാട്ടിലും മീതയാണ് ഈ തീവ്ര പരിവ്രാജകനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയുടെ സ്ഥാനം. അതുകൊണ്ട് തസ്മൈ സപര്യ വളരെ എളുപ്പമാണ്, അദ്ദേഹത്തിനെ പൂജിക്കാൻ വളരെ എളുപ്പമാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി. ഭക്തിയോട് കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം, ഒരു പൂവ്, ഒരു നമസ്കാരം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ധാരാളമായി. അപ്പോൾ സപരിവാര പൂജ ചെയ്തു എന്നാണ്. അവിടെ എന്തൊക്കെ ചെയ്തു ചോദിക്കരുത്. സമ്പൂർണമായിട്ട് പരീക്ഷിത് രാജാവ് ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു, അതാണ് നമസ്കാരം. നമ്മുടെ കോടാലി നമസ്കാരം പോലെയല്ല. നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇയാളുടെ മുമ്പിൽ നമസ്കരിക്കാഞ്ഞാൽ എന്താ ഉണ്ടാവുകയാണാവോ എന്നാണ്. അതങ്ങനെയല്ല. ഞാനിതാ എന്നെ മുഴുവൻ തരുന്നു. അപ്പോൾ എന്നെ മുഴുവൻ ഞാൻ തരുമ്പോൾ എൻ്റെ ഉള്ളതൊക്കെ തരണം. അപ്പോൾ അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഈ ദക്ഷിണ 10 രൂപ എന്നാൽ പോരാ, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ശിരസ സപര്യ എങ്ങനെയാ ചെയ്തത്? ആജഹാര, അത്രേ ഉള്ളൂ. ശിരസ് കൊണ്ട് അത് നന്നായിട്ട് തന്നെ ചെയ്തു. അപ്പം അതൊരു മഹാഭാഗ്യമാണ്. ഇവിടെ നമ്മൾ ജഹി എന്നൊക്കെ പറയാറുണ്ട്. എന്നെ വധിക്കൂ എന്നാണ്. ജഹി എന്നല്ല, വധിക്കൂ എന്നാണ്. ജഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ ഈ അഹമ്മമ മുഴുവൻ ഉപേക്ഷിക്കുക, ഞാനും എൻ്റെയിലുള്ളത് മുഴുവൻ സമർപ്പിക്കുക, ഇതാണ് അവിടെ ആജഹാര എന്നുള്ള വാക്കിനർത്ഥം. ഞാനും എൻ്റേത് മുഴുവൻ സമർപ്പിക്കുക. അതെങ്ങനെ? ആജഹാര, ശിരസ് കൊണ്ടാണ് ആജഹാര ചെയ്തത്. നമ്മൾ നമസ്കരിക്കുമ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഒരാളെ നമസ്കരിക്കുമ്പോൾ ഞാനും എൻ്റേതും മുഴുവൻ ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാനെ നമസ്കരിക്കണം. നമസ്കരിക്കുമ്പോൾ ഈ കോടാലി നമസ്കാരം ഒന്നും പോരാ. സ്ത്രീകളാണെന്ന് വെച്ചാൽ പഞ്ചാംഗ നമസ്കാരം വേണം, അതേപോലെ പുരുഷന്മാർ അഷ്ടാംഗ നമസ്കാരം വേണം. മനസ്സടക്കം കൊടുക്കണം എന്നാണ്. ദേഹം മാത്രം കൊടുത്താൽ പോരാ, ദേഹത്തിൻ്റേതായത് മുഴുവൻ കൊടുക്കണം. അപ്പം അതിൽ ഞാൻ എൻ്റെ എന്നുള്ള ഈ ബോധം അതും കൂടി കൊടുക്കണം എന്ന് സാരം. അപ്പോൾ ഞാൻ പിന്നെ നിസ്സനായി. പിന്നെ ആ നമസ്കാരം സ്വീകരിച്ചയാൾ അനുഗ്രഹിക്കുമ്പോഴാണ് ഇപ്പം എൻ്റെ ഉള്ളതൊക്കെ നിൻ്റെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒന്നും വേണ്ടാത്തയാളാണ് ശ്രീശുഖ ബ്രഹ്മർഷി. ഇപ്പോൾ പരീക്ഷിത് രാജാവ് അവിടെ വന്നിരിക്കുന്നത് രാജ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഈ ജനമേജന് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. പരീക്ഷിത് രാജാവിൻ്റെ കയ്യിലൊന്നുമില്ല. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റേത് ആ ദേഹവും ഈ മനസ്സും പിന്നെ ആ ജീവനെ ബാധിച്ചതായിട്ടുള്ള ഒരു മഹാപാപവും, ജീവനെയോ പ്രാണനെയോ പ്രാണനെ ബാധിച്ചിട്ടുണ്ടാവുള്ളൂ, ജീവനെ ബാധിച്ചില്ല. ജീവനെ ബാധിച്ചാൽ ഈ ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ വരില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. എന്തായാലും ജീവൻ മുക്തിയാവും ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ജീവനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ വന്നത്.
അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ പോക്കറ്റിൽ പൈസ ഒന്നും ഇല്ലയെന്ന് കൂട്ടുക, നമ്മളെല്ലാം ഭാര്യ ഏൽപ്പിച്ചിട്ടാണ് പോകുന്ന വെച്ചാൽ പിന്നെ കോടാലി നമസ്കാരത്തിന് കുഴപ്പമില്ല. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മളുടെ അപ്പം ഉള്ളത് മുഴുവൻ ഇതാ തന്നിരിക്കണോ, എന്ത് തന്നിരിക്കണോ, എൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇതാ നമസ്കാരം തന്നിരിക്കണോ എന്ന കൂട്ടത്തിൽ. പരീക്ഷത്ത് എങ്ങനെയാ? പരീക്ഷത്തിന് ഈ സംബന്ധിച്ച് രാജ്യം എന്നല്ല മുഴുവനും അദ്ദേഹത്തിന് സമർപ്പിക്കാൻ തയ്യാറാണ്. ജനമേജയനോ മന്ത്രിമാർക്കോ ഇത് വേണ്ട. അപ്പം അതൊരു ഭാവം ആണ്. അത് ആ ഒരു ഭാവത്തിൽ ചെയ്യാനും സ്വീകരിക്കാനും അത് വേണ്ടെന്ന് വയ്ക്കാനും അത് ദേവീഭാഗവതം ആ ജനമേജയൻ വ്യാസനെ നമസ്കരിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ളത് ഈ രാജ്യം ഭണ്ഡാരം തൊട്ടുള്ള സകല കാര്യങ്ങൾ എന്താ ഞാൻ അങ്ങേക്ക് തരണു, എൻ്റെ കയ്യിലൊന്നും തരാനില്ല, അതുകൊണ്ടാ എൻ്റെ കയ്യിലൊന്നുമില്ല. ജനമേജയനെ സംബന്ധിച്ച് ജ്ഞാനം പൂർണ്ണമല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ രാജ്യവും ഭണ്ഡാരവും കാര്യങ്ങൾ, അത് ഇതാ അങ്ങേക്ക് തരണു. അപ്പോൾ ജനമേജയനെ മനസ്സിലാക്കിയതായിട്ടുള്ള ഗുരു വ്യാസൻ പറഞ്ഞത്, എനിക്ക് യാതൊന്നും വേണ്ട, അതുകൊണ്ട് നീ നിന്നെ തന്നെ നിൻ്റേത് എന്ന് കണക്കാക്കുന്ന ഈ രാജ്യം കാര്യങ്ങളൊക്കെ അതിൽ ഉള്ളതിനെ മുഴുവൻ, അതിൽ ജനങ്ങളുണ്ട്, അവരുടെ കർമ്മങ്ങളുണ്ട്, അതൊക്കെ മഹാദേവിക്ക് സമർപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുമ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുന്ന രീതിയിലാണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് പരീക്ഷിത് രാജാവ് ആജഹാര ശിരസ ചെയ്തത്. അപ്പോൾ എല്ലാ നമസ്കാരങ്ങളും എല്ലാ സമർപ്പണങ്ങളും ഒരുപോലെയല്ല. ജനമേജയൻ നമസ്കരിച്ചത് അച്ഛൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ടാണ്. ജനമേജയൻ തൻ്റെ ഈ ഭൂമിയോ അല്ലെങ്കിൽ രാജ്യമോ ഭണ്ഡാരോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ വ്യാസന് കൊടുക്കാം എന്ന് പറഞ്ഞത് അച്ഛൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ടാണ്, തനിക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ തനിക്ക് വേണ്ടിയിട്ടാണ്, തൻ്റെ കയ്യിലൊന്നും ഇല്ല. ഇനി സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ളത് പരീക്ഷിത്താണ് ചെയ്തത്, ജനമേജയൻ അല്ല എന്ന് സാരം. അപ്പം ഈ ഒരു വ്യത്യാസം ഭാഗവതവും ദേവീഭാഗവതവും തമ്മിലുണ്ട്. അവിടെയും വാക്ക് ഇതുപോലെയൊക്കെ തന്നെയാവും ഉപയോഗിച്ചിട്ടുണ്ടാവുക, പക്ഷേ ഭാവത്തിന് വ്യത്യാസമുണ്ട് എന്ന് സാരം. പരീക്ഷിത് രാജാവ് തനിക്ക് വേണ്ടിയിട്ട് രാത്രിയും പകലും ഒരേപോലെ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഭാഗവത സ്മൃതിയോട് കൂടിയിട്ടാണ് ഇരുന്നത്. അത് അത്ര എളുപ്പമല്ല. ധുന്തുകാരി ചെയ്ത് കൊടുത്തിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാഗവതം എങ്ങനെയാണോ കേൾക്കേണ്ടത് അത് മുഴുവൻ ഞാനും എൻ്റെയും ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന അടിയറവാണ് അവിടെ പറഞ്ഞത്. നമ്മൾ അടിമ കിടത്താറുണ്ട് കുട്ടികളെ എന്ന കൂട്ടത്തിൽ ഞാനിതാ എൻ്റേത് മുഴുവൻ. അപ്പോഴേ ശ്രോതാവിൻ്റേതായിട്ടുള്ള ഈ ഒരു മഹിമ കിട്ടുള്ളൂ. അതാണ് ശിരസ ആജഹാര. സപര്യാം എന്നുള്ളത് സപരിവാര പൂജയ്ക്കല്ല പ്രാധാന്യം, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ആജഹാര. അപ്പോൾ മുഴുവനായിട്ട് സമർപ്പിക്കുകയാണ്, അഹം മമ കൂടി സമർപ്പിക്കുകയാണ്. ഇപ്പോഴാണ് പരീക്ഷിത്തായുള്ളൂ. ഈ ഭാഗവത ശ്രവണത്തിനുള്ള മുഖ്യ ശ്രോതാവ്, അതിൽ ഉത്തമ സ്ഥാനം, ഉത്തമ ശ്രോതാവ് എന്ന ഒരവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ സപരിവാര പൂജ ചെയ്തതിന് ശേഷം ശിരസ ആജഹാര അത് ചെയ്തത്. ബ്രഹ്മഹത്യാ പാപ, അതിനെ ഒഴിവാക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് സ വിഷ്ണുരാധ അതിഥയ ആഗതായ തസ്മൈ സപര്യാം ശിരസ ആജഹാരാം തതോ നിവൃത്ത ഹ്യബുധാ സ്ത്രീയോർഭഗാ മഹാസനേ സോപവേശ പൂജിതാം തതഃ നിവൃത്ത ഹ്യബുധാ. ആ സമയത്ത് നിവൃത്താഹ അബുധാഹ എല്ലാവരും ഇതേപോലെ കൂടെ വന്നവരെ മുഴുവൻ ഇന്നയാളെന്നില്ല. തതഃ നിവൃത്താഹ ഹി അബുധാഹ. തതഃ അതിനുശേഷം നിവൃത്താഹ പോയി അല്ലെങ്കിൽ കാണാനില്ലാണ്ട് ആയി, അവിടുന്ന് പെട്ടെന്ന് മറഞ്ഞു. ഉറപ്പായിട്ടും ഹി അബുധാഹ ബുദ്ധിയില്ലാത്തതായിട്ടുള്ള സ്ത്രീയഹ അർഭകാഹ. അതിനുശേഷം അത് ഈ രാജാവ് ഇങ്ങനെ സമർപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, അതൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കണം.
ഇങ്ങനെ രാജാവ് സമ്പൂർണ്ണ സമർപ്പണം നടത്തി കഴിഞ്ഞപ്പോൾ തതഹ അതിനുശേഷം നിവൃത്താഹ കാണാല്യാണ്ടേ. ആരെ? ഈ സ്ത്രീകളെയും ഈ കുട്ടികളെയും കാണാല്യാണ്ടേ. ഈ സ്ത്രീകള്, തരുണികള് ഈ ശ്രീശുഖബ്രഹ്മർഷിയെ സേവിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ വരുന്ന സിദ്ധികളാണ്. ഈ ഉണ്ണികള് കൂളന്മാരെ കളിയാക്കി വരുന്നത് സിദ്ധി കൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള സന്താനങ്ങൾ, ഫലം ആണ്. സിദ്ധികളും ഫലങ്ങളുമാണ്. അത് ഒരു കാരണവശാലും ഈ പരീക്ഷത്തിനോ ഈ ശ്രീശുഖ ബ്രഹ്മർഷിക്കോ വേണ്ട. അവര് നേരിട്ട് മറ്റ് യാതൊരു അഷ്ടാംഗ യോഗ വിധി പ്രകാരമൊന്നുമല്ലാത്ത രീതിയിലാണ് യാത്ര. അവർക്ക് ഒന്നും ആവശ്യമില്ല. 23 സിദ്ധികളുണ്ട്. ഐശ്വര്യങ്ങൾ ഇവർക്ക് സ്വന്തമാണ്. അവർക്കത് വേണ്ട. ഞങ്ങളെ സ്വീകരിക്കണേ, സേവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. കാമം അതാണ്. ആ കാമത്തിനെ ലവലേശം സ്വീകരിച്ചില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. നേരിട്ട് ഉപാസനയാകുന്ന, ലയം ആകുന്ന, രണ്ട് എന്ന തോന്നലില്ലാത്ത അവസ്ഥയിലാണ് ജീവൻ മുക്ത അവസ്ഥയിലുള്ള ജീവൻ മുക്ത അവസ്ഥയിലുള്ള ഈ തീവ്ര പരിവ്രാജകനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷി. അദ്ദേഹത്തിന് സിദ്ധി ആവശ്യമില്ല. സിദ്ധി പ്രയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഫലവും വേണ്ട. ആ ഉണ്ണികളെ വേണ്ട. ചിലപ്പോൾ ചില ഫലങ്ങൾ അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഗുണം ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് പ്രപഞ്ചവുമായിട്ട് ഭൗതികമായിട്ട് കെട്ടപ്പെടും. അപ്പോൾ അവിടെ ഹാസമാണ് വരിക. അതാണ് കുട്ടികൾ കളിച്ച് ചിരിച്ച് എന്നൊക്കെ പറഞ്ഞാൽ കാരണം. കൂക്കി വിളിച്ച്. അപ്പം ഈ ഒട്ടും ആവശ്യമില്ലാത്ത ഈ സാധനത്തിന് ആർക്കാവശ്യമുണ്ട്? അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, പരീക്ഷിത്ത് രാജാവ് ഇങ്ങനെ നമസ്കരിച്ചു വെച്ചാൽ ഇനി ഞങ്ങളെ സ്വീകരിക്കില്ല, ഉറപ്പ്. പരീക്ഷിത്ത് അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അതിന് ആ രീതിയിലാണ് ഈ ശ്രീശുഖ ബ്രഹ്മർഷി എടുത്തത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവർ രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെ, സിദ്ധിയും ഫലവും രണ്ടും പിന്നെ കാണാല്ലാണ്ടേ. അതുകൊണ്ട് അബുധാഹ എന്ന അവസ്ഥയിലാണ്. ബുദ്ധിയില്ലാത്തവരെന്നാ. എന്താ അവർക്ക് ബുദ്ധിയില്ലാത്തത്? ഞങ്ങളെ സ്വീകരിക്കും എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടായിരുന്നു വന്നത്. അപ്പോഴാണ് ഇവിടെ സ്വീകരിച്ചത് പരീക്ഷിത്ത് രാജാവിനെയാ. ഇനി നമ്മളെ ആവശ്യമില്ല, നമുക്ക് പോവാ. ഈ പരീക്ഷിത്ത് രാജാവിന് സിദ്ധി കൊടുത്താൽ ഊർധ്വഗമനത്തിന്. സിദ്ധി എന്തിനാ? ഊർധ്വഗമനത്തിനാണ്. അതായത് ഈ ദ്യോവ് കഴിഞ്ഞാൽ അന്തരീക്ഷം കഴിഞ്ഞാൽ സ്വർഗം, അത് കഴിഞ്ഞാൽ മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ ഊർധ്വഗമനം. അങ്ങനെ ക്രമേണമായിട്ട് അത് ലംബിക വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയാണ്. 18 കടമ്പകളുണ്ട്, 18 ചവിട്ടുപടിയുണ്ട്. അതൊക്കെ ഈ 23 സിദ്ധികളെ കൊണ്ട് മറികടക്കാൻ സാധിക്കും. അതാത് പ്രദേശത്തുള്ള സുഖങ്ങൾ ഈ ജീവനെ അവിടെ പിടിച്ചു നിർത്തും. അതിലേതെങ്കിലും കർമ്മവാക്യമോ കാമവാക്യമോ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള സിദ്ധിയാണ് ഉള്ളത് എങ്കിൽ ഈ തരാമെന്ന് പറയുന്ന അതാത് സ്ഥലത്തെ ആ സുഖങ്ങളെ വേണ്ടാന്ന് വെച്ച് ഊളിയിട്ട് മുകളിലേക്ക് പോകും. ഇതാണ് ഈ മുക്തി ആഗ്രഹിച്ച് പോകുന്ന ജീവൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സഞ്ചാരം, ഒരു ഗതി അതാണ്. അപ്പോൾ അതിന് ഇവിടെ ഇവരുടെ സഹായം ആവശ്യമില്ല. കാരണം ഇവിടെ ഭാഗവതാണ്, സമ്പൂർണ്ണ സമർപ്പണം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ സിദ്ധികളുടെ ആവശ്യമില്ല. അതുകൊണ്ട് തദ്ഫലങ്ങളും വേണ്ട, അവരെ കാണാതെ. അപ്പം ഇങ്ങനെ തതഹ നിവൃത്താഹ ഹി അബുധാഹ, അവരെല്ലാവരും കാണാതെ. നിവൃത്ത എല്ലാവരും കാണാതെ ഉറപ്പായിട്ടും. പിന്നെയോ അബുധാഹ ആണ് ആര്? ഈ സ്ത്രീയഹ അർഭകാഹ ച, രണ്ടുപേരും. അവർക്ക് ബുദ്ധിയില്ലാണ്ടേ. പിന്നെയോ മഹാസനെ, ആ സമയത്ത് ഈ അതിഥി എന്ത് ചെയ്തു? മഹാസനെ പ്രത്യേകമായിട്ടുള്ളൊരു കല്ലോ എന്താ വെച്ചാൽ അതിൻ്റെ മീതെ തെർവപ്പുല്ല്, ഉഷപ്പുല്ല് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ പ്രത്യേകം ഉണ്ട്. ആ രീതിയിൽ ഇരുത്തണം. അങ്ങനെയാണ്. സഹ ഉപവിവേശ, ഈ പരീക്ഷിത്ത് മഹാരാജാവ്
ഈ ശ്രീശുക ബ്രഹ്മർഷിയെ ഉപവിവേശ, അതിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. പൂജിതനായിട്ടുള്ള സഹ ശ്രീശുക ബ്രഹ്മ മഹർഷി. അതെങ്ങനെ? സബരിയാണ്. സപരിവാര പൂജയായിട്ടാണ്. പാർഷദന്മാർക്കൊക്കെ പൂജ കൊടുക്കും. അതാണ് സപരിവാര പൂജ. വിഷ്ണു പാർഷദന്മാർക്കൊക്കെ കൊടുക്കുമ്പോഴാണ് ആ പാർഷദ സങ്കല്പം മുഴുവൻ. വിശ്വക്സേനൻ തൊട്ടുള്ള അപ്പോൾ ഈ ജയവിജയനൊക്കെ വിടും. നന്ദൻ, സുനന്ദൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ വിടും. ഗരുഡൻ, അനന്തൻ ഒക്കെ വിടും. ലക്ഷ്മി അടക്കം വിടും. ലക്ഷ്മി, തുളസി, ഭൂമി ഒക്കെ വിടും. അപ്പം ഇങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് ഈ പൂജ ഒരു നമസ്കാരം കൊണ്ട് സാധിച്ചു എന്നതാണ്. അങ്ങനെ പൂജ സ്വീകരിച്ചതായിട്ടുള്ള ആ മഹാഋഷി ഈ മഹാസനത്തിലിരുന്നു. സ വിഷ്ണുരാതോതിഥയ ആഗതായ തസ്മൈ സപര്യാം ശിരസാജഹാര തതോ നിവൃത്താഹ്യബുധാ സ്ത്രീയോർഭഗാ മഹാസനേ സോപവിവേശ പൂജിതാം. ഇങ്ങനെ ആ ശ്രീശുക ബ്രഹ്മർഷിയെ നല്ലോണം പൂജിച്ചു, അവിടെ ഇരുത്തി. ഇനി കഥ പറയാൻ തുടങ്ങാം. അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ, എനിക്ക് കുറച്ചും കൂടി ഉണ്ട്. അവിടേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ 21ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. നാരായണ.